നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് LPSA, UPSA അതേപോലെ തന്നെ PSC പരീക്ഷകൾക്ക് ഇനി വരാൻ സാധ്യതയുള്ള SCRT ഓറിയന്റഡ് ആയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ചോദ്യങ്ങളൊന്ന് കാണുക, എന്നിട്ട് അതിനുള്ള ഉത്തരങ്ങൾ ഒരു പേപ്പറിൽ നോട്ട് ചെയ്യുക. ഓക്കെ, നമുക്ക് ആദ്യം ചോദ്യങ്ങളെല്ലാം പറഞ്ഞു പോകാം. ഒരു എക്സാം എന്ന രീതിയിൽ തന്നെ നമുക്കിതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. എന്നിട്ട് 10ൽ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നൊന്ന് കമന്റ് ചെയ്യാനായിട്ട് കൂടെ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലോട്ട് പോവാം. അപ്പോൾ ചോദ്യത്തിലോട്ട് കടക്കുന്നതിന് മുമ്പായി നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചോദ്യങ്ങളിലോട്ട് കടന്നാലോ? ആദ്യത്തെ ചോദ്യം, ജാലകപക്ഷി ആരുടെ കൃതിയാണ്? ജാലകപക്ഷി എന്നുള്ളത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ സുഗതകുമാരി, ബി ഒളപ്പമണ്ണ, സി ഇടശ്ശേരി, ഡി ജോൺ സി ജോസഫ്. ആരുടെ കൃതിയാണ് ജാലകപക്ഷി എന്നുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം, വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം ഏത്? തന്നിരിക്കുന്ന 4 ഓപ്ഷനുകളിൽ വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം ഏതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ഭദ്രവിലാപം, ഓപ്ഷൻ ബി ചിത്രയോഗം, സി ഒരു കത്ത്, ഡി ശിഷ്യനും മകനും. ഇതിൽ ഏതാണ് വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം? ഓക്കെ, അപ്പൊ നിങ്ങൾ ഉത്തരം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അടുത്ത ചോദ്യം, എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? ആരുടെ ആത്മകഥയാണ് എതിർപ്പ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ വള്ളത്തോളുടെ ആണോ, ബി പി കേശവദേവിൻ്റെതാണോ, സി കുഞ്ചൻ നമ്പ്യാരുടേതാണോ, ഡി ഇടശ്ശേരിയുടേതാണോ? ആരുടെ ആത്മകഥയാണ് എതിർപ്പ് എന്നുള്ളത്? ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം അല്ലേ. അടുത്ത ചോദ്യം, അദ്യജീവനുതകി സ്വജീവിതം ധന്യമാകും മമലെ വിവേകികൾ. ഏത് കവിതയിലെ വരികളാണ് ഇത്? അദ്യജീവനുതകി സ്വജീവിതം ധന്യമാകും മമലെ വിവേകികൾ. ഏത് കവിതയിലെ വരികളാണ് ഇത്? ഓപ്ഷൻ എ കല്യാണ സൗഗന്ധികം, ബി ചിത്രയോഗം, സി നളിനി, ഡി ഘോഷയാത്ര. ഓപ്ഷൻ എ കല്യാണ സൗഗന്ധികം, ബി ചിത്രയോഗം, സി നളിനി, ഡി ഘോഷയാത്ര. ഏത് കവിതയിലെ വരികളാണ് ഇത് തന്നിരിക്കുന്നതെന്ന് എഴുതാം. ഓക്കെ, അടുത്തത്, പ്രപഞ്ച ഗോപുരവാതിൽ. പ്രപഞ്ച ഗോപുരവാതിൽ SCRT 5ാം ക്ലാസ് പാഠപുസ്തകത്തിലുള്ളൊരു ചോദ്യമാണ് കേട്ടോ ഇത്. പ്രപഞ്ച ഗോപുരവാതിൽ ഇത് എങ്ങനെ വിഗ്രഹിച്ചെഴുതാം? എങ്ങനെയാണ് ഇത് വിഗ്രഹിച്ചെഴുതുക? പ്രപഞ്ചത്തിലുള്ള ഗോപുരവാതിൽ, പ്രപഞ്ച ഗോപുരത്തിലെ വാതിൽ, പ്രപഞ്ചത്തിന്റെ ഗോപുരവാതിൽ, പ്രപഞ്ചം പോലുള്ള ഗോപുരവാതിൽ. പ്രപഞ്ച ഗോപുരവാതിൽ എന്നുള്ളതിനെ നമ്മൾ വിഗ്രഹിച്ചെഴുതുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്താ വരുന്നത്? ഉത്തരം ഒന്ന് എഴുതാം. അടുത്ത ചോദ്യം, മകരക്കൊയ്ത്ത്. മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ്? മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ്? ഓപ്ഷൻ എ വയലാർ, ബി വൈലോപ്പിള്ളി, സി ചങ്ങമ്പുഴ, ഡി വള്ളത്തോൾ. ഓപ്ഷൻ എ വയലാർ, ബി വൈലോപ്പിള്ളി, സി ചങ്ങമ്പുഴ, ഡി വള്ളത്തോൾ. ആരുടെ കൃതിയാണ് മകരക്കൊയ്ത്ത് എന്ന് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം നോക്കാം. ചേരുംപടി ചേർക്കുക. ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യമാണ്. അപ്പൊ എന്ത് ചെയ്യുക, കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യാം. നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തിട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, തേൻ മാവ്, രണ്ടാമത്തെ തന്നിരിക്കുന്ന കാടിനു കാവൽ, 3 കള്ളൻ ചക്കിട്ടു, 4 പുളിമാവ് വെട്ടി. ഇനി അതേപോലെ ഓപ്ഷൻസ് തന്നിട്ടുണ്ടല്ലോ ബി സെക്ഷനിൽ. എ ഒളപ്പമണ്ണ, ബി ബഷീർ, സി ഇടശ്ശേരി, ഡി സുഗതകുമാരി. അപ്പോൾ ഈ പറയുന്ന ഓപ്ഷനുകൾ ഒന്ന് പരസ്പരം ചേരുംപടി ചേർക്കുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് താഴെ തന്നിട്ടുണ്ട്, അത് നിങ്ങളായിട്ട് തന്നെ ഒന്ന് നല്ലപോലെ വായിച്ചിട്ട് എഴുതാം. ഓക്കെ ആണോ? ഒരു സ്റ്റേറ്റ്മെന്റ് ലെവൽ ചോദ്യം ആയതുകൊണ്ട് ഒരു മിനിറ്റ് നമുക്ക് എക്സ്ട്രാ എടുക്കാം അല്ലേ.
അപ്പോൾ കൃത്യമായി തന്നെ ഓപ്ഷൻസ് ഒന്ന് മാർക്ക് ചെയ്ത് വരച്ചു നോക്കിയിട്ട് എഴുതുക. അതായത് ഈ പറയുന്ന എല്ലാം നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. SCERT-യിൽ എടുത്ത് ബോക്സ് ആക്കി കൊടുത്തിരിക്കുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അല്ലേ. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ല എൻ്റെ മലയാളം. മലയാളം എന്ന 4 അക്ഷരമല്ല, അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്നൊരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. ഈ വരികൾ ആരുടേതാണ്? ഈ വരികൾ ആരുടേതാണ്? പി കുഞ്ഞിരാമൻ നായരുടേതാണോ, ഉള്ളൂരിൻ്റെതാണോ, കുഞ്ഞുണ്ണി മാഷിൻ്റെതാണോ, ചങ്ങമ്പുഴിയുടേതാണോ? മലയാള ഭാഷയെക്കുറിച്ച് 5ാം ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ട ഒരുപാട് കവിതകൾ, ഒരു 4-5 കവിതകളോളം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എഴുത്തുകാരെ കുറിച്ചും നമുക്കത് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങനെ കവിതയായി ബന്ധപ്പെട്ടിട്ട് ഒരു ക്ലാസ് നമുക്ക് പിന്നൊരു ദിവസം നോക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ പറയുന്ന കവിത ഈ ആരെഴുതിയതാണ് എന്നുള്ളതാണ്. ഓപ്ഷൻ എ പി കുഞ്ഞിരാമൻ നായർ, ബി ഉള്ളൂർ, കുഞ്ഞുണ്ണി മാഷ്, ചങ്ങമ്പുഴ. SCERT ഓറിയന്റഡ് ആയതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഈ ചോദ്യങ്ങളെ നോക്കിക്കാണാം. ഓക്കെ, അടുത്ത ചോദ്യം. അബി, പാത്തുക്കുട്ടി, സൈനു മുഹമ്മദ് എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? അബിയും പാത്തുക്കുട്ടിയും സൈദ് മുഹമ്മദും എല്ലാം ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ്? ഓപ്ഷൻ എ ബാല്യകാല സഖിയാണോ, പാത്തുമ്മയുടെ ആടാണോ, സി നീലവെളിച്ചമാണോ, ഡി മുച്ചീട്ടുകാരൻ്റെ മകളാണോ? ഏത് കൃതിയിലെ കഥാപാത്രങ്ങളാണ് അബിയും പാത്തുക്കുട്ടിയും സൈദ് മുഹമ്മദും എല്ലാം? ഒന്ന് എഴുതുക കേട്ടോ. അടുത്ത ചോദ്യം. കോയസൻ ആരുടെ കൃതിയാണ്? കോയസൻ എന്നുള്ളത് ആരുടെ കൃതിയാണ് എന്നാണ് ചോദ്യം. പി സച്ചിദാനന്ദനാണോ, ബി തകഴിയാണോ, സി ഉറൂബാണോ, പി കേശവദേവാണോ? ആരുടെ കൃതിയാണ് കോയസൻ? ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് ഫേമസ് ആയിട്ടുള്ള കൃതിയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ഒരു 10 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി കഴിഞ്ഞു അല്ലേ. അപ്പോൾ 10 ചോദ്യങ്ങളും അത് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾക്കിനി ഇതിൻ്റെ ഉത്തരങ്ങളൊന്ന് പരിചയപ്പെടാം അല്ലേ. അപ്പോൾ നിങ്ങളൊന്ന് ഓരോ ഉത്തരവും നോക്കി കഴിഞ്ഞ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ജാലകപക്ഷി ആരുടെ കൃതിയാണ്? ജാലകപക്ഷി ആരുടെ കൃതിയാണ്? ആരുടേതാണ്? ഒളപ്പമണ്ണ. ഒളപ്പമണ്ണ എന്ന് പറയുന്നത് ആരുടെ തൂലികാനാമമാണ്? സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ തൂലികാനാമമാണ് ഒളപ്പമണ്ണ അല്ലെ. അപ്പൊ ജാലകപക്ഷി എന്ന് പറയുന്നത് ഒളപ്പമണ്ണയുടെ കൃതിയാണ്. ഓക്കെ അല്ലേ. അടുത്ത ചോദ്യം എന്തായിരുന്നു? രണ്ടാമത്തെ ചോദ്യം, വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം ഏതാണ് എന്നാണ് തന്നിരിക്കുന്നത്. വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം തന്നിരിക്കുന്നതിൽ ഏതാണ്? ചിത്രയോഗമാണ്. ഏതായിരുന്നു? ചിത്രയോഗം. അപ്പോൾ വള്ളത്തോൾ നാരായണ മേനോന്റെ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ചിത്രയോഗമാണ്. ബധിരവിലാപം എന്ന് പറയുന്നത് അണുബാധയെ തുടർന്നിട്ട് അദ്ദേഹം ബധിരനാവുകയും ആ സ്വയ അനുഭവത്തിൻ്റെ പേരിൽ അദ്ദേഹം എഴുതുകയും ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് ബധിരവിലാപം എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് അറിഞ്ഞു വെക്കുക കേട്ടോ. അതേപോലെ തന്നെ ഒരു കത്ത്, ശിഷ്യനും മകനും, അതേപോലെ ഗുരുനാഥൻ, ഇതെല്ലാം എന്താണ്? അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളാണ്. എതിർപ്പ് ആരുടെ ആത്മകഥയാണ്? എതിർപ്പ് എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എതിർപ്പ് എന്ന് പറയുന്നത് എന്താണ്? പി കേശവദേവിൻ്റെ ആത്മകഥയാണ് എതിർപ്പ് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുന്നപ്ര വയലാർ സമരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട് ഉലയ്ക്ക എന്നുള്ളൊരു കൃതി എഴുതിയ വ്യക്തിയാണ് ആര്? പി കേശവദേവ് എന്ന് പറയുന്നത് അല്ലെ. അപ്പോൾ നമ്മുടെ കേരള ചരിത്രത്തിലും സ്വാതന്ത്ര്യ സമരത്തിലും നവോത്ഥാനങ്ങളിലും ഒക്കെ ബന്ധപ്പെട്ടുള്ള ഒരു വ്യക്തിയാണ് പി കേശവദേവ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം ഇതായിരുന്നു. അദ്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാകും അമലേ വിവേകികൾ. ഇത് ഏത് കവിതയിലെ വരികളാണ്? നമുക്ക് കവിതാ സാഹിത്യം പഠിക്കാനുണ്ടല്ലേ LP UPക്ക്. അപ്പോൾ ഇത് ഏത് കവിതയിലെ വരികളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് കുമാരനാശാന്റെ നളിനിയിലെ വരികളാണ്. നളിനി എന്ന് പറയുന്നത് ഒരു
ഒരു ലവ് സ്റ്റോറിയാണ് എന്ന് തന്നെ പറയാം. ഓക്കെ, ഒരു പ്രേമ കഥയാണ് ഈ നളിനി എന്ന് പറയുന്നത്. കുമാരനാശാന്റെ നളിനിയും ദിവാകരനും തൻ്റെ ബാല്യകാല സുഹൃത്തിനെ ഓർത്ത് ആ ജീവിതം മുഴുവൻ മുന്നോട്ട് നീക്കുന്ന ഒരു സ്ത്രീ. ആ ബാല്യകാല സുഹൃത്ത് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ നാട് വിടുകയും എന്നാൽ ആ ഒരു മനസ്സിലെ വികാരം കൗമാരപ്രായത്തിലും കൈവിടാതെ നളിനി കാത്തു സൂക്ഷിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു അതിനുശേഷം അവർ ദിവാകരനെ കാണുന്നതും അവരൊരു സന്യാസിനിയായി മാറുന്നതും അങ്ങനെ തുടരുന്ന ഒരു കഥാ പശ്ചാത്തലമാണ് നളിനിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ അന്ത്യജീവൻ ഉദകി സ്വജീവിതം ധന്യമാകും അമലേ വിവേകികൾ കുമാരനാശാന്റെ നളിനി എന്നുള്ള കവിതയിലെ വരികളാണ് അല്ലെ. അടുത്ത ചോദ്യം, പ്രപഞ്ച ഗോപുരവാതിൽ. പ്രപഞ്ച ഗോപുരവാതിൽ എന്താണ് അർത്ഥാക്കുന്നത്? പ്രപഞ്ചത്തിന്റെ ഗോപുരവാതിൽ എന്നുള്ളതാണ്. പ്രപഞ്ചത്തിന്റെ ഗോപുരവാതിൽ എന്നുള്ളത്. പ്രപഞ്ചത്തിന്റെ ഗോപുരവാതിൽ. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം, മകരക്കൊയ്ത്ത് ആരുടെ കൃതിയാണ്? മകരക്കൊയ്ത്ത് എന്ന് പറയുന്നത് വൈലോപ്പിള്ളിയുടെ കൃതിയാണ്. കന്നിക്കൊയ്ത്ത് വൈലോപ്പിള്ളിയുടെ ആദ്യത്തെ കൃതിയായിരുന്നു അല്ലേ. അപ്പൊ ഈ മകരക്കൊയ്ത്തും കന്നിക്കൊയ്ത്തും നമുക്കൊന്ന് കണക്ട് ചെയ്ത് വെക്കാം. വൈലോപ്പിള്ളിയുടെ കൃതിയാണ് എന്ത്? മകരക്കൊയ്ത്ത് എന്ന് പറയുന്നത്. SCRT കണ്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. എയിം സ്റ്റഡി സെൻറ്ററിൽ നമ്മുടെ LPSA, UPSA അതേപോലെ തന്നെ കേട്ടറ്റ് എന്നിവയുടെ പുതിയ ബാച്ചുകൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. നിങ്ങൾക്കായിട്ട് ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ ഒരുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊന്ന് പരിചയപ്പെടാം. റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, SCRT ഓറിയൻറ്റഡ് 5 മുതൽ 10 വരെയുള്ള പാഠഭാഗങ്ങളുടെ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, അതുകൂടാതെ റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സസ്, ഇതിൻ്റെ എല്ലാം PDF മെറ്റീരിയൽ, സിസ്റ്റമാറ്റിക് സ്റ്റഡി പ്ലാനോടുകൂടി തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുന്നു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് വീക്ക്ലി റിവിഷൻ എക്സാമും OMR എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. വീക്ക്ലി OMR എക്സാം എന്ന് പറയുന്നത് നമ്മൾ 100 മാർക്കിൻ്റെ മോഡൽ പരീക്ഷ തന്നെയാണ്. ഡെയിലി ക്വിസുകൾ അറ്റൻഡ് ചെയ്യുന്നു. ഡെയിലി കറണ്ട് അഫയേഴ്സ് ഗ്രൂപ്പിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. മോക്ക് ടെസ്റ്റുകൾ, മോഡൽ പരീക്ഷകൾ, ഡിസ്കഷൻ പ്ലാറ്റ്ഫോം വിത്ത് ഫോളോ അപ്പർ കൂടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൂടാതെ 2 പേഴ്സണൽ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് കൂടെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ 34 ബാച്ചുകളും ഫില്ലാണ്. 35ാമത്തെ ബാച്ചിലോട്ടുള്ള അഡ്മിഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത്രയും ബാച്ചിലെ കുട്ടികൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുന്നുണ്ട്, പരീക്ഷകൾ എഴുതുന്നുണ്ട്, OMR എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതേപോലെ കഴിഞ്ഞ LPSA, UPSA, HSA റാങ്ക് ലിസ്റ്റിൽ എയിംസിൽ നിന്നും ജോലി നേടിയിട്ടുള്ളവരാണ് നിങ്ങൾ ഈ കാണുന്ന കുട്ടികളെല്ലാവരും. ഇവരെല്ലാവരും ഇപ്പോൾ ഗവൺമെൻറ് സ്കൂളുകളിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. അപ്പോൾ നിങ്ങളും നാളെ ഇതേപോലെ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യണം. നാളെ ഇതേപോലെ നിങ്ങളുടെയും ഫോട്ടോസ് വരണം. സോ നല്ല രീതിയിൽ പഠിക്കുക. എയിംസ് ഉണ്ടാവും നിങ്ങളോടൊപ്പം. എല്ലാ സപ്പോർട്ടിനും എന്ത് ഹെൽപ്പിനും അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടിനായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം. നല്ല രീതിയിൽ പഠിക്കാം. നിങ്ങൾക്ക് ഏത് സമയത്തും മെൻ്റലി അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ നിങ്ങളുടെ സ്റ്റഡീസിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഏത് സപ്പോർട്ടും നമ്മളുടെ ഭാഗത്തു നിന്ന് കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും. നല്ല രീതിയിൽ പഠിക്കുക. നല്ലൊരു റാങ്ക് ലിസ്റ്റിലോട്ട് നമുക്ക് എത്താനായിട്ട് സാധിക്കണം. കേട്ടറ്റിൻ്റെ കഴിഞ്ഞ 5 കേട്ടറ്റിലും കേരളത്തിലെ തന്നെ ടോപ്പ് വിജയമാണ് എയിം സ്റ്റഡി സെൻറ്റർ കാഴ്ചവെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഈ റിസൾട്ടാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ റിസൾട്ട് കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. അല്ലാതെ പരസ്യവാചകങ്ങളല്ല, റിസൾട്ട് സഹിതം നമ്മളുടെ മാർക്ക് ഷീറ്റ് സഹിതം നിങ്ങൾക്ക് നമ്മൾ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളതാണ് കുട്ടികളുടെ മാർക്കുകൾ. അപ്പോൾ കഴിഞ്ഞ 5 കേട്ടറ്റിലായിട്ട് 3000ഓളം കുട്ടികളാണ് എയിം സ്റ്റഡി സെൻറ്ററിൽ നിന്നും ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ 600-ൽ കൂടുതൽ കുട്ടികൾ കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്ന റിസൾട്ടിൽ എയിംസിൽ നിന്നും കേട്ടറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും എയിംസിൽ ഇപ്പോൾ LP UPക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുക. എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിനായി കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080 എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫീച്ചേഴ്സ് എല്ലാം ഒരുക്കി ഞങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ചോദ്യമാണ് അല്ലേ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മാച്ച് ചെയ്തുകൊണ്ട് തന്നെ അതൊന്ന് വരയ്ക്കാം. തേന്മാവ്. തേന്മാവ് ആരുടെ കൃതിയായിരുന്നു? ബഷീറിൻ്റെ. കാടിനു കാവൽ. കാടിനു കാവൽ സുഗതകുമാരിയാണ്. കള്ളൻ ചക്കിട്ടു ഓളപ്പമണ്ണ. പുളിമാവ് വെട്ടി ഇടശ്ശേരി. അപ്പം എന്താണ്? 1 B, 2 D, 3 A, 4 C.
ഏതാണ്? എ ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ തേന്മാവ് ആരുടേതാണ്? ബഷീറിൻ്റെതാണ്. കാടിനു കാവൽ സുഗതകുമാരിയുടേതാണ്. കള്ളൻ ചക്കിട്ടു ഒളപ്പമണ്ണയുടേതാണ്. പുളിമാവ് വെട്ടി ഇടശ്ശേരിയുടെ കൃതിയാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ടേബിളായിട്ട് തന്നെ നമ്മുടെ SCERT-യിൽ കൊടുത്തിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഓക്കെ. ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. ഇനി അടുത്ത ചോദ്യം ഇതായിരുന്നു. 56 അക്ഷരമല്ല 51 അക്ഷരവുമല്ലെന്റെ മലയാളം, മലയാളം എന്ന 4 അക്ഷരമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ്, മണ്ണ് എന്ന ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം. എന്താണ് ഇത്? ആരുടെ വരികളാണ് എന്നുള്ളതാണ്. ഇത് കുഞ്ഞുണ്ണി മാഷിന്റെ വരികളാണ് അല്ലെ? കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ. ഹ്രസ്വ കവിതകൾ എഴുതുന്ന വ്യക്തിയാണ്. ബാലസാഹിത്യത്തിൽ നമ്മൾക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയാണ് ആര്? കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ മലയാളത്തെ കുറിച്ചിട്ടുള്ള കവിത 5ാം ക്ലാസ് ആദ്യത്തെ ചാപ്റ്ററിൽ കൊടുത്തിട്ടുള്ള കവിതയാണ്. ഓക്കെ. അടുത്തത് അബി, പാത്തുക്കുട്ടി, സയ്യിദ് മുഹമ്മദ് എന്നിവർ ബഷീറിന്റെ ഏത് കൃതിയിലേതാണ്? അബി, പാത്തുക്കുട്ടി, സയ്യിദ് മുഹമ്മദ് ഇവർ ഏത് കൃതിയിലേതാണ്? പാത്തുമ്മയുടെ ആട്, പെണ്ണുങ്ങളുടെ ബുദ്ധി എന്നുകൂടെ പേരുള്ള എന്നുകൂടെ അറിയപ്പെട്ടിരുന്നൊരു കൃതിയാണ് എന്ത്? പാത്തുമ്മയുടെ ആട്. സ്വന്തം കുടുംബത്തിലെ തന്നെ അന്തരീക്ഷങ്ങളും അതേപോലെ പ്രശ്നങ്ങളും എല്ലാം ഇടകലർത്തിക്കൊണ്ട് അദ്ദേഹം എഴുതിയ ഒരു കൃതിയാണ് എന്ത്? ഈ പറയുന്ന പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത്. ഈ പാത്തുമ്മയുടെ ആട് എന്ന കൃതി പോലെ തന്നെ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളിലും സ്വന്തം ജീവിതം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? അതായത് സ്വന്തം ജീവിതം റിഫ്ലക്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്ലെ? അദ്ദേഹത്തിന്റെ ജീവിതത്തെ തന്നെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിപ്പോൾ ബാല്യകാല സഖിയാണെങ്കിലും അതേപോലെ ഇമ്മിണി ബല്യ ഒന്ന് എന്നുള്ള ആ ഒരു വാക്കുകളൊക്കെ നമുക്ക് ഇപ്പോഴും മനസ്സിൽ ഓർത്തു നിൽക്കുന്ന നമ്മുടെ അത്രയും പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ത്? വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ളത്. അദ്ദേഹത്തിന്റെ പാത്തുമ്മയുടെ ആട് എന്ന് പറയുന്നത് അത്രയും ഫേമസ് ആയിട്ടുള്ള ഒരു കൃതിയാണ് അല്ലെ? അടുത്ത ചോദ്യം ഇതായിരുന്നു. കോയസൻ ആരുടെ കൃതിയാണ്? കോയസൻ എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? ആരുടേതാണ്? ഉറൂബിൻ്റെതാണ് അല്ലെ? ഉറൂബ് ആരാണ് ഉറൂബ് എന്ന് പറയുന്നത്? കോയസൻ എന്ന കൃതി എഴുതിയിരിക്കുന്നത് ഉറൂബാണ്. PC കുട്ടിക്കൃഷ്ണന്റെ തൂലികാനാമമാണ് ഉറൂബ് എന്ന് പറയുന്നത്. ഉറൂബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? നമുക്കറിയാം PC കുട്ടിക്കൃഷ്ണനാണ് അല്ലേ? അപ്പോൾ നമ്മൾക്ക് അങ്ങനെ തന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഉറൂബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? യൗവനം നശിക്കാത്തവൻ എന്നുള്ളതാണ്. യൗവനം നശിക്കാത്തവൻ എന്നാണ് ഉറൂബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം വരുന്നത്. ഉറൂബിന്റെ ഒരുപാട് കവിതകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് കഥകൾ നമുക്കറിയാം. ഉമ്മാച്ചു അല്ലെ? വളരെയധികം മായനും ബീരാനും വരുന്ന ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറിയൊക്കെ വരുന്ന ഒരു ഉമ്മാച്ചു എന്ന സ്ത്രീയുടെ ഒരു കഥ വരുന്നുണ്ട്. പിന്നെ സുന്ദരികളും സുന്ദരന്മാരും എന്ന് പറഞ്ഞ് മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഉറൂബ് എഴുതിയത് നമുക്കൊരു കഥയറിയാം അല്ലെ? നോവൽ അറിയാം. അങ്ങനെ ഒരുപാട് പ്രശസ്തമായ കൃതികളുള്ള വ്യക്തിയാണ് PC കുട്ടിക്കൃഷ്ണൻ അഥവാ നമ്മൾ ഉറൂബ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് അല്ലെ? അദ്ദേഹത്തിന്റെ തൂലികാനാമം ഉറൂബ് എന്നായിരുന്നു. കോയസൻ എന്നുള്ള കൃതി 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കോയസൻ എന്ന കൃതി നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്ത് പറയുന്നത്. ഓക്കെ. അപ്പോൾ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ നിന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് ഈ കഥാസാഹിത്യം കവിതാസാഹിത്യം എന്നുള്ള ഭാഗത്തിൽ മലയാളത്തിൽ നിന്നും എത്ര മാർക്ക് കിട്ടി എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പഠിക്കുക. നമ്മളിപ്പോൾ നല്ല രീതിയിൽ തന്നെ ഓരോന്നും വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റാങ്കിലോട്ട് എത്താനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്കും താങ്ക് യു.